അല്ല, രണ്ട് ചോദ്യങ്ങൾ, രണ്ടും കൂടെ ഒറ്റ ഉത്തരം തന്നാണ്. അതായത് നമ്മുടെ ഗുരു എന്ന് പറയുന്ന മുൻപൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെയാണ് ഒരു ഇന്ന് ജീവിക്കുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്വപ്നാടനം പോലെ മറ്റൊരു തലത്തിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള ഒരു ദേശത്ത് എത്തിപ്പെടുകയും ആ ദേശത്ത് അദ്ദേഹം യാത്ര ചെയ്യുന്നത് വഴി തിരിച്ച് ഇന്നിലേക്ക് വന്ന് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ സിനിമ കാണിച്ചത്. അതൊന്ന്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട്, എനിക്ക് ട്രെയിലർ കണ്ടതിൽ നിന്ന് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്, തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് ഹിറ്റ് ആയ ഫോർമുലയാണ്, എല്ലാ സൂപ്പർ സ്റ്റാർസും ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഒരു രക്ഷകൻ ഫോർമുല. അതായത് ഒരു നാടിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രശ്നം വരികയും ആ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു അമാനുഷികനിലേക്ക് വളരുകയും അല്ലെങ്കിൽ മറ്റൊരാളെ നാട്ടിൽ വന്ന അവരെ സേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ ഹിറ്റായ ഒരു ഫോർമുല, ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ആയിട്ട് നമുക്ക് ഈ സിനിമ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ പറയാൻ പറ്റും? രണ്ട് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം പറയണം. എങ്ങനെയാണല്ലോ ഇല്ല, അതാണ് സത്യം. രണ്ടിനും ചോദ്യത്തിന് ഇല്ലെന്നാണ്. അങ്ങനെ യാതൊരു കാര്യങ്ങളും പ്രതീക്ഷിച്ച് സിനിമ വേണ്ട. നാടിനെ രക്ഷിക്കാൻ ഒരാൾ വരുന്നു അല്ലെങ്കിൽ വേറെ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അയാള് പിന്നെ അതിലേക്ക് പോകുന്നു. ഈ സിനിമ ഒരു വളരെ റോ സിനിമയാണ്. ഇതിലെല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ഷൻ, പിന്നെ എന്താണ്, ദേഷ്യം, പ്രണയം, അസൂയ, കുശുമ്പ്, ചതി, റിവഞ്ച് എല്ലാം ഉണ്ട്. രഹസ്യം, ഇവനാണ് എല്ലാം ഭയങ്കര രഹസ്യത്തിൻ്റെ കുമ്പാരമായിട്ടുള്ള ആൾ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാം ഉള്ളൊരു സിനിമയാണ്. അല്ലാതെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇനി നമ്മൾ നാളെ കാണേണ്ടവരാണ്. ലാലേട്ടാ, ഇപ്പം പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് ലാലേട്ടൻ പറയുകയും അതുപോലെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ചീത്ത എന്നൊന്നില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ ലാലേട്ടന് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് വായിക്കുന്നത് കൊണ്ടാണ്? അങ്ങനെയൊന്നും കൊണ്ടല്ല, വായിക്കുന്നത് കൊണ്ടൊന്നുമായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ സിനിമകൾ, നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾ തന്നെയാണ് കൂടുതൽ. പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഒരുപാട്, ചിലപ്പോൾ ഒരു നല്ല പുസ്തകം കിട്ടിയാൽ അത് വായിക്കാനൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറയാറുണ്ട്. വായിക്കുന്നോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. കുറച്ച് ചിലപ്പം വായിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും അല്ലാതെ നമുക്ക് എന്താണ് നമ്മളുടെ അകത്തൊരു ക്ലെൻസിങ് നടക്കുന്നുണ്ടല്ലോ, ഒരു സോളിനൊരു ഇവോൾവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സ്നേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരു തെറ്റല്ലല്ലോ, അത് നന്മയിലേക്ക് പോകാനാണ് ഇഷ്ടം. അതിൻ്റെ ഇടയിൽ നമ്മളും മനുഷ്യരാണ്, എല്ലാവിധ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അതിലും കൂടുതൽ സ്നേഹത്തിന് വാല്യൂ കൊടുത്താൽ വളരെ സുഖമായിട്ട് മലൈക്കോട്ടെ വാലിബനായിട്ട് നടക്കാം. തെലുങ്കിൽ ബാഹുബലി പോലെ, കന്നഡത്തിൽ KGF കാന്താരയും പോലെ, മലയാളത്തിൽ ഇനി അങ്ങോട്ട് വാലിബൻ സംസാരിക്കട്ടെ. ഈ രണ്ട് ആ സിനിമകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണ്. അല്ല, ഞാൻ അതൊക്കെ ഒരു ബെഞ്ച്മാർക്ക് സിനിമകളായിരുന്നല്ലോ. പിന്നെ മറ്റുള്ള ഭാഷയിൽ പറയുമ്പോൾ മലയാളത്തിൽ വാലിബൻ എന്ന ആൾക്കാർ പറയട്ടെ. തീർച്ചയായിട്ടും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്.